പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്വപ്നവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾ പലതവണ പറഞ്ഞു. അവിടെ മൂന്നഭിപ്രായമുണ്ട്, ഇമാമുകൾക്കിടയിൽ മൂന്നഭിപ്രായമുണ്ട്. എന്നാൽ ഈ മൗലവി ഒരു ഇമാമും പറയാത്ത പുത്തൻവാദം പറഞ്ഞു. എന്താണത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ബോധ്യപ്പെടാതെ സ്വപ്നത്തിൽ കാണപ്പെടുന്ന വ്യക്തി അന റസൂലുള്ളാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് റസൂലാണ് എന്ന് അംഗീകരിക്കണം എന്നാണ് ഈ മൗലവി വാദിച്ചത്. എന്നാൽ അത് നമ്മൾ പിടികൂടി ചോദ്യം ചെയ്തു, കിതാബുകൾ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി അതിനെ നിഷേധിക്കുകയാണ്. ആദ്യം അയാൾ നിഷേധിക്കുന്നത് കേൾക്കുക, ശേഷം അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാം എന്ന് പറയുന്നു. ആ പറച്ചിൽ കൊണ്ട് തന്നെ അത് റസൂലാണെന്ന് ഉറപ്പിക്കണം. ഇത് തീർത്തും പുത്തൻ നമ്മളെ വാദമായിട്ട് അയാൾ പുതിയതും ഉണ്ടാക്കി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല, ചിലതുമില്ല, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല. വെറുതെ ആരോ ഒരാൾ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു. എന്നാ തന്നെ റസൂലാന്ന് ഉറപ്പിക്കണം. അതാരാ പറഞ്ഞത്? മൗലവി താങ്കൾ തന്നെയാ പറഞ്ഞത്. ഇപ്പൊ മൗലവി അത് നിഷേധിക്കുകയാണ് അല്ലേ? ഓക്കെ, സ്വാഗതാർഹമാണ്. പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ഞങ്ങളോട് കാണിക്കാൻ പോവാണ്. പക്ഷേ താങ്കൾക്ക് ബോധ്യപ്പെട്ടോ ഇത് പ്രമാണങ്ങളിലില്ലാത്ത വാദമാണെന്ന്? ബോധ്യപ്പെട്ടോ? തിരുത്തുകയാണെങ്കിൽ തിരുത്താം, അതേ സമയത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. അത് ഞങ്ങൾ കേൾപ്പിക്കാം. മൗലവി പറഞ്ഞതെന്ന് കേൾക്കാം. എന്റെ സാധാരണക്കാരായ കൂട്ടുകാരെ, ഉറക്കത്തിൽ വന്ന് അന റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കണ്ട, ഒരു പണ്ഡിതന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അന റസൂലുള്ളാ എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയില്ല. അപ്പൊ അന റസൂലുള്ളാ എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയൂല എന്നതാണ് മൗലവി താങ്കൾ പറഞ്ഞിരുന്നത്. അവിടെ ബോധ്യപ്പെടലില്ല, സിഫത്തുകളില്ല, ഒന്നുമില്ല. അന റസൂലുള്ളാ എന്ന് പറയൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെയാണ് ഞങ്ങൾ ഇത്ര കാലം ഗണ്ണിച്ചത്. അൽഹംദുലില്ലാഹ്, ഇപ്പൊ മൗലവി അത് തിരുത്തിയിരിക്കുന്നു, അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ പണിയെടുത്തതിന്റെ ലക്ഷ്യം. ഇനി